അധിക താരിഫ് ചുമത്തിയ നയം സുപ്രീം കോടതി റദ്ദാക്കിയാൽ അമേരിക്കയ്ക്ക് വൻ ബാധ്യതയാകുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. താരിഫായി ഈടാക്കിയ നൂറുകണക്കിന് ബില്യൺ ഡോളർ തുക തിരിച്ചു നൽകേണ്ടി വരുമെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുമുണ്ട്. താരിഫ് ഒഴിവാക്കുന്നതിന് അമേരിക്കയിൽ നിക്ഷേപം നടത്തണമെന്ന നിർദ്ദേശം ചില രാജ്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ജനുവരി 14 താരിഫ് ചുമത്താനുള്ള പ്രസിഡന്റിന്റെ അധികാരം സംബന്ധിച്ച സുപ്രീം കോടതി റൂളിംഗ് പുറപ്പെടുവിക്കാനിരിക്കെയാണ് ട്രംപിന്റെ വിശദീകരണം വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഐസൺ, ഈ അധിക താരിഫ് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. പല രാജ്യങ്ങൾക്കും ഈ അധിക താരിഫ് എന്ന ഇരട്ടി പ്രഹരം ട്രംപ് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സുപ്രീം കോടതി റദ്ദാക്കിയാൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി അമേരിക്കയ്ക്കുണ്ടാകും. ഈ പണം തിരികെ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനെ ട്രംപ് ഭയപ്പെടുന്നു എന്നാണോ? തീർച്ചയായും രാഖി, അതിനെ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഈടാക്കിയ തുക നീതിയുക്തമല്ലെങ്കിൽ അത് തിരിച്ചു നൽകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് വലിയ തോതിലുള്ള ബാധ്യതയായി അമേരിക്കയ്ക്ക് മാറുമെന്ന് തന്നെയാണ്. ആ ഒരു ഭയം തന്നെയാണ് അദ്ദേഹം തൻ്റെ സമൂഹ മാധ്യമ കുറിപ്പിലൂടെ പങ്കുവച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ അത് കൃത്യമായി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. 14-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച റൂളിംഗ് പുറപ്പെടുവിക്കാനിരിക്കുന്നത് അമേരിക്കയിൽ സുപ്രീം കോടതി. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, വൻതോതിൽ അധിക താരിഫ് ചുമത്തുകയും ആ താരിഫ് ചുമത്തിയ തുക കൃത്യമായി ബാധകമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ താരിഫ് ചുമത്താൻ ഉപയോഗിച്ച നിയമം, അതായത് അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമം എന്ന് പറയുന്ന ആ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത, അതായത് ട്രംപിന് നേരിട്ട് അല്ലെങ്കിൽ പ്രസിഡന്റിന് നേരിട്ട് അത് ചുമത്താൻ സാധിക്കുമോ, കോൺഗ്രസിൻ്റെ സാധ്യത എത്ര കണ്ട് അതിലുണ്ട് എന്ന രീതി, കോൺഗ്രസിൻ്റെ റിവ്യൂ എത്ര കണ്ടുണ്ട് എന്നെല്ലാം തന്നെ പരിശോധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് റദ്ദാക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് അത്രമാത്രം അധികാരമില്ല എന്ന് തീരുമാനിക്കാൻ, കാരണം നമുക്കറിയാവുന്നതാണ്, അത് ആ രാജ്യത്തിൻ്റെ വാണിജ്യ ബന്ധവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ രാജ്യത്ത് കൃത്യമായ ഒരു സിവിൽ സപ്ലൈസ് പോലും നമുക്ക് ബാധകമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ സിവിൽ സപ്ലൈസിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും ബാധകമാകുന്ന രീതിയിൽ ആ കാര്യത്തെ പരിശോധിക്കുകയാണെങ്കിൽ അതൊരു രാഷ്ട്രത്തിൻ്റെ വിഷയമാണെന്നും വൻതോതിൽ ഇറക്കുമതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ തങ്ങളുടെ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് അത് ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ പരിശോധനയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയൊരു ബാധ്യതയായി എത്തുമെന്നാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അധിക താരിഫ് ചുമത്തി കൈവശപ്പെടുത്തിയ തുക, അതുപോലെ തന്നെ ഈ താരിഫ് ചുമത്തുമെന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ നിക്ഷേപം നടത്താനുള്ള അമേരിക്ക ചുമത്തുന്ന അധിക താരിഫിൽ സുപ്രീം കോടതിയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയം തന്നെയാണ് ഇപ്പോൾ ട്രംപിനെ വലയ്ക്കുന്നത് എന്നുള്ളതാണ്. ഐസനാണ് അന്താരാഷ്ട്ര വാർത്തകളിലെ വിശദാംശങ്ങൾ നൽകിയത്.